എല്ലാവർക്കും മായാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ ഫ്രൈക്കുള്ള കക്ക ഇറച്ചി ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കക്ക ഇറച്ചി അടുപ്പ് വെച്ച് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കക്കയിറച്ചി ഒന്ന് വെന്ത് വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. കക്കയിറച്ചി ഇപ്പോൾ വെന്ത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി കൂട്ടിയിടുന്നതിന് വേണ്ടി ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഇച്ചിരി വേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചെടുത്ത് കൊടുക്കാം. സവോള എടുത്തോളെ നമുക്ക് ഒരു 3 സവോള ചേർത്ത് കൊടുക്കാം. ഈ സവോള എന്ന് പാടുന്നതിനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കക്കയിറച്ചിക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുള്ളതാണ്. കുറച്ചിട്ട് കൊടുക്കാം. സവോള ഒന്ന് വാടി വരയ്ക്കും. നമ്മൾ പച്ചക്കറി കൃഷി ചെയ്ത സ്ഥലമാണ്. കൃഷിയെല്ലാം ഇപ്പം മഴ സമയമായതുകൊണ്ടില്ല. അപ്പോൾ 5-6 കപ്പക്കമ്പ് നമ്മൾ നട്ടിരുന്ന് ഒരു കപ്പ ഉണ്ടാകുന്നൊന്ന് നോക്കിയേക്കാം. കപ്പ പറിക്കാൻ സമയമായില്ല, എന്നാലും കടയിൽ കപ്പ മേടിക്കാൻ കിട്ടാഞ്ഞുകൊണ്ട് നമുക്ക് 2 ഇവിടെ ഒന്ന് പൊക്കി നോക്കാം. കുറവാണ്. എലി അടിച്ചോണ്ട് പോയി കപ്പയുള്ള. നമ്മുടെ കപ്പ വലുതെല്ലാം എലി കൊണ്ടുപോയി. ചെറിയ കപ്പയേ ഉള്ളു. ഇതും കൂടെ ഒന്ന് പൊക്കി നോക്കിയേക്കാം. എടാ ആരെങ്കിലും ഒന്ന് കൈവെക്ക. എന്തോ വരുന്നു. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കപ്പ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒടിച്ചെടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള കപ്പ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കപ്പേനെ നമുക്ക് കക്കാറച്ചും കൂട്ടി അടിക്കും. അപ്പോൾ സവോളയൊക്കെ നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി 1.5 സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലൊരു കളറായി വരണം. മുളക് പൊടിയുടെ കളറൊന്ന് മാറണം. അപ്പം മുളക് പൊടി നല്ല കറക്റ്റ് പരുവത്തിൽ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇടിച്ച മസാലക്കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം.
കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച കക്ക ഇറച്ചിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കക്കയിറച്ചിയുടെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് നല്ലപോലെ ഫ്രൈഡായിട്ട് വരണം. അതിനാണ് നമ്മൾ പൊടി ചേർത്തതിന് ശേഷം കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തത്. ആദ്യമേ ഒഴിച്ച് കൊടുത്താൽ എണ്ണ പെട്ടെന്ന് വരുന്നു. ഇറച്ചി വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഫ്രൈ ആകാനുണ്ട്. ഇപ്പം പകുതി പരുവത്തിലാണ്. നമ്മൾ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഫ്രൈഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ശകലം ഉപ്പ് കൂടെ ചേർക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമ്മുടെ കക്കയിറച്ചി. ശകലം ഉപ്പ് മതി. നമ്മൾ അതിൽ കുറച്ചാണ് ഇതുവരെ ചേർത്തത്. ഒരു ശകലം നമ്മൾ ചേർക്കും. ഇതിലേക്ക് നമ്മൾ നമ്മുടെ നാടൻ വേപ്പില, ഞങ്ങൾക്കിവിടെ വേപ്പ് മരം ഉള്ളത് കൊണ്ടാണ് കേട്ടോ നാടൻ വേപ്പില ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും നാടൻ വേപ്പില പറയുമ്പോൾ ഓർക്കുമല്ലോ എവിടെ നിന്ന് കിട്ടുമെന്ന്. ഞങ്ങൾക്ക് വേപ്പ് ഇവിടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല നാടൻ വേപ്പില കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയൊന്ന് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് റെഡിയാകും. അപ്പം നമ്മുടെ കക്കയിറച്ചി ഫ്രൈ റെഡിയായിട്ടുണ്ട്. നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും കൂട്ടി വേണം ഇങ്ങനെ കഴിക്കാം. നമ്മൾ പറിച്ച നമ്മുടെ നാടൻ കപ്പയും കക്കയിറച്ചി ഫ്രൈയും. നമ്മുടെ കപ്പയും കക്കയിറച്ചിയുടെ റെഡിയാണ്. നമ്മൾ കൃഷി ചെയ്ത കപ്പയാണ്. കക്കയിറച്ചി ഫ്രൈയും കൂട്ടി നമുക്ക് അടിക്കാം. ഇനി ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. ഇങ്ങനെ പറയാം. സൂപ്പർ.